ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. തിരുവചനം കേൾക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയോടടുത്ത് വരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. സെഫന്യാവ് 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഹോഠത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ഭാഗത്തിൻ്റെ ആരംഭ ഭാഗത്ത് നിന്ന് ഈ ദിവസത്തേക്ക് വേണ്ടുന്ന ചിന്തകളെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. തിരുവചനം എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ പുണ്യസ്ഥലത്തോ അല്ലെങ്കിൽ കണ്ണാടി കൂടുകൾക്കകത്തോ വാസം ചെയ്യുന്നൊരു ദൈവത്തെക്കുറിച്ചല്ല ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നടുവിൽ വസിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ രാത്രിയും പകലും ഓരോ ദിനങ്ങളിലും ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനോട് കൂടെ ഇരിക്കുന്നത്? ആ വാക്യത്തിനകത്ത് പറയുന്നു, രക്ഷിക്കുന്ന വീരനായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്നു. ഏതെങ്കിലും നിലകളിൽ, ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, തിരുവചനം പറയുന്നു, നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി നമ്മോട് കൂടെ ഇരിക്കും. ഒരു നേർച്ചയോ കാഴ്ചയോ കാണിക്കയോ ഒന്നും കൊടുക്കാതെ ദൈവത്തിൽ നിന്ന് വിടുതലുകളെ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധയാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ബലപ്പെടുത്തട്ടെ. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഞരങ്ങി ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ബൈബിൾ നമ്മോട് പറയുകയാണ്, രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കും. ഏതിൽ നിന്നൊക്കെയാ ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, തിരുവചനം എഴുതിയിരിക്കുന്നത്, പാപത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കും. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ പുരണ്ടുപോയ പാപം അത് ശാപത്തിലേക്കും തകർച്ചകളിലേക്കും പതുക്കെ പതുക്കെ മാനവകുലത്തെ തള്ളിവിടാനായി തുടങ്ങി. എന്നാൽ ഈ പാപത്തിന് ശാശ്വതമായ പരിഹാരം നൽകി തരേണ്ടതിന് ദൈവപുത്രനായ യേശു താണ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്നും പാപത്തിൻ്റെ ശക്തികളാൽ പിടിക്കപ്പെട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾക്ക് അടിമപ്പെട്ട് ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന വീരനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിനകത്ത് ശമരിയ സ്ത്രീയെ കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവുമായിട്ട് ഒരു ബന്ധത്തിലെത്തിച്ചേരുവാൻ ശമരിയ സ്ത്രീക്ക് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുവാനിടയായി തീർന്നു. പട്ടണത്തിൽ പാപിനി എന്നറിയപ്പെട്ടിരുന്നവരുടെ ജീവിതത്തെ പാടെ മാറ്റുവാൻ ദൈവപുത്രനായ യേശുവിൻ്റെ ശുശ്രൂഷ കാരണമായി തീർന്നു. നേരത്തെ ശമരിയ സ്ത്രീ എന്തായിരുന്നുവോ അതല്ലാതെ പുതിയൊരു വ്യക്തിയാക്കി സമൂലമായൊരു മാറ്റം ജീവിതത്തിൽ നൽകി കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നിശ്ചയമായിട്ടും നമ്മൾ ദൈവസന്നിധിയോട് അടുത്ത് വന്നാൽ ഇന്നലകളെ നോക്കാതെ കയ്യിൽ പുരണ്ടുപോയ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മെ ഉടമസ്ഥരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ ആർക്കും കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ സെഫന്യാവ് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ആമേൻ. ഏതെല്ലാം കാര്യത്തിൽ നിന്നാ ദൈവം നമ്മെ രക്ഷിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുവാനിടയായി തീരും. നാളുകളെ കുറിച്ച് ആകുലതയോടെ പ്രയാസത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും രക്ഷിക്കുന്ന വീരന്റെ കരം ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. നമുക്കറിയാം, ശമരിയാക്കാരത്തിയെ മിഷണറിയാക്കി മാറ്റിയത് ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷയാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തിന്റെ ശക്തികളെ എന്നേക്കുമായി നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാനിടയായി തീരും. പാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, യേശു പാപികളെ പരിശുദ്ധനാക്കുന്നവനാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവ്. എത്രയെത്ര സംഭവങ്ങൾ ആ തിരുവചനത്തിനകത്തുള്ളത്. പാപഭംഗിതമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് യേശു വിടുവിച്ച ചരിത്രങ്ങൾ മാത്രമല്ല, ഇന്നലെയുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ ഇന്നിൻ്റെ പലരുടെയും ജീവിതങ്ങൾ അടുത്ത് കണ്ടാൽ അറിയാം, അവരുടെ ജീവിതത്തിൽ പുരണ്ടുപോയ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കറകൾ യേശു കഴുകി മാറ്റി പുതിയതാക്കുവാൻ ഇടയായി തീർന്നു. ഒന്നാമത്തെ കാര്യം, യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മറ്റൊരു സന്ദേശമാണ് എഴുതിയിരിക്കുന്നത്. കുളക്കടവിൽ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷയും പ്രത്യാശയും മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ആർക്കും വിടുവിക്കുവാൻ കഴിയാതെ അമ്മയുടെ ഉദരം മുതൽ തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു ആ മനുഷ്യൻ. എന്നാൽ ഇവനെ മാത്രം സൗഖ്യമാക്കേണ്ടതിന്, ഇവന്റെ വിഷയത്തിനകത്ത് മാത്രം ഇടപെടേണ്ടതിന് ദൈവവചനം പറയുന്നു, യേശു ആ ഇടത്തോട്ട് കടന്നു പോകുവാനിടയായി തീർന്നു. യേശുവിനോട് ചോദിക്കുന്നത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നിശ്ചയമായിട്ടും ഇന്ന് പകലും നമ്മോട് സ്വർഗത്തിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: പുറത്തു വരുവാൻ, വിടുവിക്കപ്പെടുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? രോഗി അവനോട് പറയുന്ന കുറെ കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ വെള്ളത്തിനകത്തേക്ക് ഇറക്കേണ്ടതിന് എനിക്ക് ആരുമില്ലെന്ന് ആരെങ്കിലും യേശുവിനോട് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാണ് കർത്താവ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഈ മനുഷ്യൻ പറയുകയാ, എന്നെ സഹായിക്കാൻ, എന്നെ എടുത്തു പൊക്കുവാൻ, എൻ്റെ നിർജീവമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകി തരുവാൻ ലോകത്തിൽ ആരുമില്ലെന്ന്. ഈ വൈകുന്നേരം, ഈ രാവിലെ നിങ്ങൾ അങ്ങനെ ഭാരപ്പെടുകയാണോ? ആരും എനിക്കില്ല എന്നെ സഹായിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടപെടുവാൻ ആരും ഇന്ന് പകലില്ല എന്ന് പറയുന്നവരുണ്ടോ? യേശു അവനെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. യേശു അവനെ സഹായിക്കുവാനിടയായി തീർന്നു. നാളുകൾ കൊണ്ട് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗത്തിന്റെ ബന്ധനം എന്നേക്കുമായി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ഒരു പുതിയ ജീവിതത്തിന് ഉടമസ്ഥനായി തീർന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത്, യേശു പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യേശു രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന്, അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഡിഷനുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ കരുത്തുള്ളവനാണ് യേശു എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ബൈബിൾ പറയുന്നത്, 1, പാപത്തിൽ നിന്ന് വിടുവിക്കും; 2, രോഗത്തിൽ നിന്ന് വിടുവിക്കും; 3-ാമത്തെ കാര്യം തിരുവചനം എഴുതിയിരിക്കുന്നത്, നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് യേശു ദരിദ്രനായി തീർന്ന കൃപ നമ്മൾ അറിയണമെന്ന്. നിശ്ചയമായിട്ടും പ്രിയരെ, നമ്മൾ ഞെരുങ്ങി ഒന്നുമില്ലാത്ത അനുഭവത്തിൽ ഭാരപ്പെട്ട് മുന്നേറണമെന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിലുള്ള സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിന് രക്ഷിക്കുന്ന വീരനായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്കു വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. സ്ഥിതിയും സാഹചര്യവും അവസ്ഥകളും മാറട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകട്ടെ. ആരെല്ലാം ഈ സന്ദേശം കേൾക്കുന്നുവോ അവരെല്ലാം വിടുവിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.